അസുര തേജ. രചന ആലിയ സുൽത്താന. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. തേജമുറിയിൽ ഒരേ ഇരിപ്പാണ്. സുജേച്ചി രഘുവേട്ടൻ അവൾക്കൊപ്പം തന്നെയുണ്ട്. അമ്മച്ചിയും കുരിശിങ്കൽ തന്നെയുണ്ട്. ബാക്കിയുള്ളവർ കുറച്ചു ദിവസം നിന്ന് തിരിച്ചുപോയി. അവരിൽ അവനെ പുറത്തിറക്കാൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും ആൽഫി ഇറങ്ങി വരാനുള്ള ഭാവമില്ലാത്തതുകൊണ്ട് ആ ശ്രമം അവർ ഉപേക്ഷിച്ചു. മോളെ വല്ലതും കഴിക്കൂ കുഞ്ഞെ, നേരെ ഒരുപാടായി നീ, സുജേച്ചി പറഞ്ഞു നോക്കിയെങ്കിലും തേജ ഒരേ ഇരിപ്പ് തന്നെയാണ്. എനിക്ക് കഴിയുന്നില്ല ഈ ചായ. അവൾ ബാൽക്കണിയിലെ ചാരുകസേരയിലിരുന്ന് ഗാർഡനിലെ പൂക്കളിലേക്ക് നോട്ടം ചെയ്തുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. ആ കണ്ണുകൾ ഇറനണിഞ്ഞു കണ്ട് സുജേച്ചി കൂടുതലൊന്നും പറയാൻ സങ്കടത്തോടെ അകത്തേക്ക് നടന്നു. ഇന്നെങ്കിലും എൻ്റെ കൂടെ ഒന്ന് വരുമോ? സൂര്യൻ കസ്തൂരിയെ നോക്കി പതിയെ ചോദിച്ചു. എങ്ങോട്ട്? അവനെ കണ്ണു ഉറപ്പിച്ച് നോക്കി ചോദിച്ചുകൊണ്ട് കൈകളുടെ മുളക് പൊടിയുടെ പാക്കറ്റ് ഷെൽഫിലേക്ക് നേരെ വെച്ചു. ഷോപ്പിങ്ങിന്. നിങ്ങളൊരു പെണ്ണുകെട്ടി അവളെയും കൂട്ടി പോകണം മിസ്റ്റർ. പിന്നെ അതില്ലെങ്കിൽ 100 കൂട്ടം പേര് ഇറങ്ങി വരാൻ കാണുമല്ലോ, അവരെ കൂട്ട്. പിന്നെ ഇതിനെ എന്നെ വലിച്ചു കേൾക്കുന്നത്? ദേഷ്യത്തോടെ അവൻ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. സൂര്യൻ ഉയർന്നു വന്ന ദേഷ്യം പതിയെ അടക്കി പിടിച്ചു. കസ്തൂരി, ഞാനതൊക്കെ വിട്ടാണ് 100 തവണ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ എനിക്കതൊന്നും മറക്കാനൊക്കില്ല. തിരിഞ്ഞെന്ന് എടുത്തടിച്ച പോലെ മറുപടി എടുക്കാൻ അവൾ മറന്നില്ല. സൂര്യൻ പുറകിൽ നിന്ന് അവിടെ കൈ പിടിച്ച് വലിച്ച് ഷെൽഫിലേക്ക് ചേർത്ത് നിർത്തി. കസ്തൂരിയുടെ കണ്ണു വിഴിഞ്ഞു പോയി. ഡേയ് പുല്ലേ, കുറെ ആയി ക്ഷമിക്കുന്നു. നിന്നോട് തെറ്റിയത് ശരി തന്നെയാ, ഓർക്കാനും പറ്റില്ലെന്നറിയാം. അതിനെ എപ്പോഴും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നില്ല. പിന്നെ നിന്നെ വിളിച്ച അർത്ഥത്തോളം ഇഷ്ടമായത് തന്നെയാ എടോടി. സൂര്യൻ അവളുടെ മുഖത്തിനടുത്തേക്ക് ചെന്നുകൊണ്ട് അത്യധികം ദേഷ്യത്തോടെ പറഞ്ഞു. കസ്തൂരി വിറച്ചുപോയി. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അത് കണ്ടത് സൂര്യയുടെ മുഖമൊന്നയഞ്ഞു. ആൾ തന്റെ കൈ തട്ടി മാറ്റി നിറഞ്ഞ കണ്ണുകളോടെ മുന്നോട്ട് തന്നെ നടന്നു. സൂര്യ താനെന്താണ് ചെയ്തെന്നോർത്ത് കൈമുഷ്ടി ഉരുട്ടി അവിടെയുള്ള ഗ്ലാസ്സിലേക്ക് ഇടിച്ച് ദേഷ്യമടക്കി. 5 വർഷങ്ങൾക്ക് ഇപ്പുറം ഓടിമറഞ്ഞ കാലത്തിന്റെ ശേഷിപ്പുകൾ എല്ലാവരിലും മാറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്നെല്ലാവരും ആൽഫിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. വിശ്വയും തറവാട്ടിലുള്ള ഒരു അന്നമ്മച്ചിയും സുജേച്ചിയും രഘുവേട്ടനും തുടങ്ങി പിള്ളേരെല്ലാം സെൻട്രൽ ജയിലിന് പുറത്തു നിൽപ്പാണ്. അന്നമ്മച്ചി തേജിന്റെ അടുത്തിരിക്കുന്ന വിശ്വക്കരികിലേക്ക് പതിയെ നടന്നു. വിശ്വേട്ടാ. തലകുനിച്ചിരിക്കുന്ന വിശ്വയെ അന്നമ്മ വിളിച്ചു. ദേഷ്യവും വാശിയൊന്നും വേണ്ടായിരുന്നു അന്നമ്മേ, വിശ്വവേദനയോടെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയില്ലേ, എല്ലാം ദൈവനിശ്ചയല്ലയോ? ഞാനും എബ്രഹാമൊക്കെ തെറ്റുകാരാണ് അന്നമ്മോ. സ്നേഹത്തിന് വേണ്ടി ഓരോരുത്തരും കൊതിക്കുന്ന വിശ്വേട്ടാ, അവിടെ വിലങ്ങി വീഴുമ്പോഴാ ഓരോന്നും സംഭവിക്കുന്നത്. അന്നമ്മ വിശ്വയെ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം പറഞ്ഞു നോക്കി. ദേവകിയുണ്ടല്ലോ അന്നമ്മേ, അവള് മിണ്ടിയിട്ട് കാലങ്ങളായിടോ. അവളെ ഞാൻ ചതിച്ചാണെന്ന് അവളുടെ തോന്നൽ മുമ്പിൽ ഞാൻ തോറ്റുപോയിടോ. വിശ്വയുടെ കണ്ണുകൾ നിറഞ്ഞതും അന്നമ്മയും വല്ലാതായി. 2 മൂലയിലായി മാറി നിൽക്കുകയാണ് രണ്ടുപേരും. പണ്ടെല്ലാം അട്ടോട്ടിയ പോലെ വിശ്വയുടെ കൂടെ തന്നെ ദേവകി അയാൾ ഇടയ്ക്കിടെ വിളിച്ചുകൊണ്ട് കൂടെ തന്നെ നിൽക്കുമായിരുന്നു. ഇന്നിപ്പോൾ ആ സ്നേഹത്തിനും വിള്ളലേറ്റിരിക്കുന്നു. ഒരുപാട് പ്രൊസീജിയറുകൾ കഴിഞ്ഞ ശേഷമാണ് ആൽഫിയെ പുറത്തേക്ക് വിട്ടത്. 5 വർഷത്തെ ജയിൽവാസം അവനെ പാടെ വരച്ചു കളഞ്ഞിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ടവരെല്ലാം തന്നെയും കാത്തിരിപ്പാണെന്നറിഞ്ഞിട്ടും ശിക്ഷ കഴിയാതെ പുറത്തേക്ക് ഇറങ്ങില്ലെന്ന് ഉറപ്പിച്ച നാളുകൾ. ചെറിയ ജാലക്കൂട്ടിലൂടെ ആൽഫി പുറത്തേക്ക് ഇറങ്ങി വരുന്ന കണ്ടിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു പോയിരുന്നു. ചിരിയോടെ എല്ലാവരെയും നോക്കിയപ്പോൾ ഹൃദയം തേടികളോടെ വന്നില്ലെന്ന് അവനിൽ നോവുണർത്തി. എന്നാൽ ഇനി തന്നെ കാണേണ്ടെന്ന് പറഞ്ഞവനെ ഒരു നോക്ക് കാണാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ, ആൽഫിയുടെ സ്വന്തം തേജ. ആൽഫി ഡാ. തേജ് ഓടിച്ചതവന് ഇറുകിയപ്പെടുന്നുകൊണ്ട് വിളിച്ചു. 2 പേരുടെയും കണ്ണുകൾ നിറഞ്ഞു. വിമൽ യൂണിഫോമിലാണ് എത്തിയത്. അവൻ മാറിയെന്ന് കണ്ണു നിറച്ച് ആൽഫിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആൽഫി അവനെ കൈകാട്ടി വിളിച്ചു. അവൻ കരഞ്ഞുകൊണ്ട് അവനെ വന്ന് കെട്ടിപ്പിടിച്ചു. മുത്തച്ഛൻ ആൽഫിക്കടുത്തേക്ക് വരാൻ നിന്നും ആൽഫി തിടുക്കത്തിൽ വിശ്വക്കരിയിലേക്ക് ചെന്നു. 2 പേരും പരസ്പരം നോക്കിയെന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല. വാക്കുകൾ കിട്ടാതെ തൊണ്ടയിൽ കുടുങ്ങിക്കിടക്കുന്ന പോലെ. ഓരേ. വിശ്വ കണ്ണു നിറച്ചുകൊണ്ട് വിളിച്ചതും ആൽഫി വിശ്വയെ പൊടുന്നതിനെ പുണർന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. എത്രയോ കാലങ്ങളായി തനിക്ക് അന്യമായൊരു സ്നേഹം. അവർക്കടുത്തേക്ക് അന്നമിച്ചു കൂടി വന്നു നിന്നു. ആൽഫി അവരെയും ചേർത്ത് പിടിച്ചു. എല്ലാവരുടെയും പരിഭവം പറച്ചിലൊക്കെ കഴിഞ്ഞ് ആൽഫിയെയും കൊണ്ട് അവർ പുറപ്പെട്ടു. തേജസ് സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുമ്പോഴാണ് മുറ്റത്ത് വന്ന് നിൽക്കുന്ന വണ്ടികളുടെ ശബ്ദം കേൾക്കുന്നത്. ഓടിച്ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ഹൃദയമല്ലാതെ പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു. കാലുകൾ തളർന്നു പോകുന്ന പോലെ എന്തോ ഒന്ന് വലിച്ചു കിട്ടുന്നു. 5 വർഷം തന്റെ പ്രാണനെ കാണാതെ ഇന്നിതാ തന്റെ പ്രണയം തൊട്ടരികെ എത്തിയിരിക്കുന്നു. കലങ്ങിയ കണ്ണുകളോടെ അവൾ വാതിൽ തുറന്ന് മുന്നോട്ട് നോക്കി. എല്ലാവരുമുണ്ട്. ഓരോരുത്തരായി ഇറങ്ങുന്നു. കണ്ണുകൾ അലഞ്ഞു. ഒടുവിൽ വിമലിറങ്ങിയ വണ്ടിയുടെ കോ ഡ്രൈവർ സീറ്റിൽ നിന്നിറങ്ങുന്ന ആൽഫിയെ അവൾ കണ്ടു. കണ്ണു നിറഞ്ഞു. ഓടി ചെല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടും തളർന്നു പോകുന്നു. ആൽഫിയുടെ കണ്ണുകൾ ഒരു നിമിഷം അവൾ തന്നെ തറഞ്ഞുപോയി. താങ്ങി നിന്നവണ്ണം തേജ ചുമലിലേക്ക് കൈകുത്തി ആൽഫി അവൾക്കടുത്തേക്ക് നടന്നു. തനിച്ചാക്കിയതും പഴി പറഞ്ഞ് ഓർത്തവന്റെ ഹൃദയം നീറി. ആൽഫി അവൾക്ക് മുമ്പിൽ ഒന്നും പറയാനാവാതെ നിന്നു. കണ്ണുകൾ തമ്മിൽ നോട്ടമെയ്തങ്ങനെ. ആർക്കൊരു പ്രൈവസി കൊടുക്കാമെന്ന് വെച്ച് എല്ലാവരും അകത്തേക്ക് കയറി. ഇച്ചായ വിതുമ്പിക്കൊണ്ട് അവൾ വിളിച്ചതും ആൽഫി അവളെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്ത് ഇറുകെ പുണർന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവന്റെ ഗന്ധം അവളെ പൊതിഞ്ഞു. ആ നെഞ്ചിലെ താളത്തിൽ ലയിച്ചങ്ങനെ അവൾ നിന്നു. സോറി തേജ.
അവൾ നെറുകിൽ ചുംബനം ചാർത്തുമ്പോൾ അവൻ പറഞ്ഞു. അവളുടെ കൈകൾ അവന്റെ പുറമേനിയിൽ അമർന്നു. വിരഹാഗ്നിയെ കെട്ടടക്കി പ്രണയത്തിന്റെ മധുരം നുണഞ്ഞങ്ങനെ. അനുമോളെ, തേജ് തന്റെ തോളിലേക്ക് ചാഞ്ഞിരിക്കുന്നവളെ വിളിച്ചു. ഇപ്പോഴെങ്കിലും എന്നെ കണ്ണുണ്ടല്ലോ. അങ്ങനെയൊന്നും പറയില്ലേ പെണ്ണേ, നിനക്കെല്ലാം അറിയാവുന്നല്ലേ? അറിയുന്നുണ്ടല്ലേ ഏട്ടാ, ഇന്ന് കൂട്ടിയിരിക്കുന്നു. അവന്റെ തോളിൽ ചാഞ്ഞുകൊണ്ട് തന്നെ അവന്റെ മുഖത്തേക്ക് ചിരിയോടെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അപ്പൊ എങ്ങനെയാ, വരുമല്ലേ അങ്ങ് ഇന്ത്യവരത്തേക്ക്? അത് കേട്ടതും പെണ്ണിന്റെ മുഖം ചെറുതായൊന്ന് വാടി. ഞാൻ ചുമ്മാ അറിഞ്ഞാ പെണ്ണേ, നീ കല്യാണം കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ എന്നുള്ളൂ. അതിനൊന്നും എൻ്റെ വീട്ടുകാർക്ക് ഒരു എതിർപ്പും കാണില്ല. അത് കേട്ടതും പെണ്ണിന്റെ മുഖം തെളിഞ്ഞു. ജാതകം നോക്കാൻ നാളെയില്ലേ പോകുന്നത്? അതേ ചിരിയോടെ തന്നെ അനു ചോദിച്ചു. അതിലൊന്നും വലിയ കാര്യമില്ല, പിന്നെ മുത്തശ്ശിയുടെ നിർബന്ധം കൊണ്ടാണ്. അതെല്ലാം ശരിയാവും, ഒരു കുഴപ്പമുണ്ടാവില്ല. നിന്റെ തന്തയെന്ന് പറയുന്നത് വന്ന വല്ല ഉഡായിപ്പും കാണിക്കുമെന്നാ? അങ്ങേരൊന്നും ഒതുങ്ങിയ മട്ട. സൂര്യന്റെ പിൻബലമില്ലാത്തതുകൊണ്ട് പ്രഭാനിക്കൊന്നും ചെയ്യാൻ മേലല്ലോ. കണ്ടറിയാം, ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. സ്വന്തം കുടുംബത്തിനെ നശിപ്പിക്കാൻ നോക്കിയവനാ ജഗതി. ആ കഥ പറഞ്ഞിരുന്നില്ലല്ലോ. എന്തോർത്ത പോലെ അനു ചോദിച്ചു. വാ, ഒരുപാട് നേരങ്ങളിരിക്കുന്നു, ഇനി കുറച്ച് നടന്നിട്ട് ബാക്കി കഥ പറയാം. പാർക്കിലെ പുൽമേടിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അനുവിനെ എഴുന്നേൽക്കാൻ പാതിൽ കൈ നീട്ടിക്കൊണ്ട് തേജ് പറഞ്ഞു. അനു ചിരിയോടായി കൈകളിൽ പിടിച്ച് എഴുന്നേറ്റു. വസന്തവും വേനലും ശൈത്യവും ശിശിരവും മാറി മാറി കടന്നുപോയൊരു കഥയെപ്പറ്റി തേജ് പറഞ്ഞു തുടങ്ങി. സർ, ഞാൻ ഈ ജോലി നിർത്താൻ പോവാ. കസ്തൂരി സൂര്യന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. സൂര്യൻ നെറ്റി വിളിച്ച് മനസ്സിലാവാതെ അവൾ നോക്കി. എനിക്ക് ചെയ്തെന്ന ഉപകാരം ഞാൻ മറക്കില്ല. ഉപദ്രവം. കസ്തൂരി ഞാനിവിടെ പൂട്ടിയിട്ടൊന്നുമില്ല. സൂര്യൻ അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. പിന്നെ എനിക്കൊരിക്കലും എൻ്റെ ഭർത്താവായിട്ട് നിങ്ങളെ കാണാൻ കഴിയില്ല. ഇനി ചോദ്യമായിട്ട് മുമ്പിൽ വരരുതെന്ന് കരുതിയാ പറയുന്നത്. സൂര്യൻ അവളെ തന്നെ നോക്കിയെന്നല്ല മറുത്തൊന്നും പറഞ്ഞില്ല. പിന്നെ ഫ്ലാറ്റിൽ നിന്ന് ഞാൻ താമസം മാറും. കാര്യം കിട്ടിയപ്പോൾ ഒഴിഞ്ഞു മാറുന്നതാണെന്ന് തോന്നുന്നു. ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നതന്നെ. എന്നിട്ടോ ഇവിടെ വന്നിട്ടും ദുരിതം തന്നെ. മടുത്തുപോയി സാറേ. എനിക്ക് നിങ്ങളെ കാണുമ്പോഴെല്ലാം എന്നെ നരകിച്ച ദിവസങ്ങൾ മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. ദയവ് ചെയ്ത് ഇനിയും പുറകെ വരില്ലേ. അവൾ കൈകൂപ്പി കരഞ്ഞോണ്ട് പറഞ്ഞ സൂര്യനും വല്ലാണ്ടായി. കസ്തൂരി പോയിക്കോളൂ, സൂര്യൻ ഒരു ശല്യത്തിന് വരില്ല. തനിക്ക് വേണമെങ്കിൽ അവിടെ ഫ്ലാറ്റിൽ തന്നെ ഞാൻ തൊട്ടടുത്തൊരു അപ്പാർട്ട്മെന്റിൽ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. കസ്തൂരി അവൻ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ മറുപടിയും പറഞ്ഞുകൊണ്ട് ചുണ്ടിന് മുകളിൽ പൊടിഞ്ഞ വിയർപ്പ് തുടച്ചു മാറ്റി അവനൊന്നുകൂടി നോക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ തിരിഞ്ഞടന്നു. സൂര്യൻ അവൾ പോകുന്ന വേദനയോടെ നോക്കി നിന്നു. അക്ഷയ്ക്ക് സ്നേഹം വിളിച്ചുകൊണ്ട് വരണമെന്നുണ്ടായിരുന്നെങ്കിലും അവന്റെ ഈഗോ അതിനെ സമ്മതിച്ചില്ല. ആൻസി അന്ന് മുങ്ങിയതാണ്. 5 വർഷമായി ഒന്ന് വിളിച്ചു നോക്കിയിട്ട് പോലുമില്ല. അക്ഷയ് ഇപ്പോൾ വിസ്മയുടെ കൂടെയാണ്. അവന് വയ്യാതായപ്പോൾ കൂടെ ഇരുന്ന് പരിചരിച്ചതും അവര് തന്നെയാണ്. സമാധാനമായി കാണില്ല അല്ലേ? വിസ്മയ അകത്തേക്ക് കയറി വന്നു അവൻ വെറുപ്പോടെ അവർ നോക്കി പറഞ്ഞു. കുറേയായി ഇത് തന്നെ കേൾക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. നിങ്ങളൊക്കെ ഒരു അമ്മയാണോ? സ്വന്തം മകനൊന്നും ലാളിക്ക് പോലും ചെയ്യാതെ, സ്വന്തം ഭർത്താവ് ചത്തെന്നറിയിട്ടും നിരാശ പോലും തോന്നാതെ. നിന്റെ തന്ത ഇഷ്ടമായില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞ, എന്നിട്ട് വിടാൻ നിർബന്ധം എന്നെ കിട്ടിയത് അയാൾ തന്നെയാ. ഇഷ്ടമില്ല എന്റെ ശരീരത്തിൽ ബലം പ്രയോഗിച്ച് സ്പർശിച്ചും അയാൾ തന്നെയാ. നിന്നെ ഇഷ്ടപ്പെടാൻ എനിക്ക് ആവാനിട്ട് തന്നെയായിരുന്നു. എനിക്കതിൽ കുറ്റബോധമുണ്ട്. ഇനി കുറെ കുറ്റബോധം തോന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾക്കിനി നിങ്ങളുടെ കാമുകനോട് സൂഹിക്കാലോ. അക്ഷയ് പറഞ്ഞു തീർത്തും അവന്റെ മുഖമടിച്ച് വിസ്മയം ഒന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്നെ ആവായിരുന്നു. ആ മനസ്സിൽ ഞാനെന്നല്ല ഒരാളും കടന്നില്ല. അവിടെ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്നേഹം ഞാൻ പിടിച്ചടക്കാനാണ് നോക്കിയത്. കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ തിരിഞ്ഞടന്നവളാ. പക്ഷെ മയൻ ദേവിയെ പ്രണയിച്ച പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഞാൻ അയാളെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു സ്ഥാനത്ത് പകരം വയ്ക്കാനാവില്ല. അല്ലാതെ നിന്നെ പോലെ രണ്ടുപേരെ കൊണ്ടടക്കലല്ല പ്രണയം, കേട്ടല്ലോ. ഒരു പൊട്ടിത്തെറിയോടെ വിസ്മയം പറഞ്ഞു നിർത്തിയും അക്ഷയ അന്തം വിട്ടു നിന്നു. ഈ കനലൊക്കെ ആ മനസ്സിൽ ഒരുക്കി തീർക്കുകയായിരുന്നു അമ്മ എന്ന സത്യം അവനപ്പോൾ തിരിച്ചറിഞ്ഞു. വിസ്മയം നിറഞ്ഞ കണ്ണുകളോടെ ആ മുറി വിട്ടിറങ്ങി. അവൻ താൻ സ്നേഹിച്ചതിച്ചോർക്കിയ സങ്കടം തോന്നി. ടേബിളിരിക്കുന്ന ഡിവോഴ്സ് നോട്ടീസ് അവൻ കയ്യിലെടുത്തു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അതിലേക്ക് നോക്കി നിന്നു. ആൽഫി തേജയുടെ മണിയിൽ തലവെച്ച് ആളിലെ സെറ്റിൽ കിടക്കുകയാണ്. കുരിശെങ്കിലുകാരും ദീവരത്തുകാരും ഒരുമിച്ച് കൂടിയ സന്തോഷമാണ് അവിടെ. കൂടെ വിക്രമാദിത്യനും കുടുംബം എത്തിയിട്ടുണ്ട്. കെങ്കേയമായൊരു ഉത്സവപ്രതി തന്നെയായിരുന്നു അരങ്ങേറുന്നത്. വിക്രമനും വിശ്വക്കും കൂടെ എബ്രഹാമിന്റെ വിടവ് നേർത്താൻ അന്നമ്മയുമുണ്ട്. കൂടെ ദേവകിയും സുമിത്രാദേവിയും. പഴയ കഥകളൊക്കെ അയവർക്കുന്ന അവരെ നോക്കി ചിരിയോടെ ആൽഫിയും തേജയും ഇരുന്നു. അവന്റെ മുടിയഴകളിലൂടെ അവൾ വെറുതെ വിരലോടിച്ചുകൊണ്ടിരുന്നു. 5 വർഷം അവരനുഭവിച്ച വിരഹത്തിന്റെ ആഴം അവരെ വല്ലാതെ നോവിച്ചിരുന്നു. ആൽഫി അവളെ കണ്ണിമോട്ടാ നോക്കിയെന്നു പെണ്ണിനെ നാണം വന്നു. അവളുടെ കവിളിഴകൾ ചുവന്നു. ഇങ്ങനെ നാണികളടി കുരുട്ടടകെ. ആൽഫി അവളുടെ ചെവിയോരം സ്വകാര്യം പോലെ പറഞ്ഞു. പെണ്ണ് അവന്റെ കയ്യിൽ നഖം കൊണ്ട് അമർത്തി. ആൽഫി എരി വലിച്ചുകൊണ്ട് അവളെ കണ്ണുകൂർപ്പിച്ച് നോക്കിയതും പെണ്ണ് നന്നായി വിളിച്ചു കാട്ടി. അവൻ അവളുടെ വയറിലേക്ക് മുഖം ചേർത്തു. തേജ ഒരു വിറയലോടെ അവന്റെ തലമുടിയിൽ അള്ളിപ്പിടിച്ചു. ആൽഫി മുഖമുയർത്തി പെണ്ണിനെ ആക്കിയൊന്ന് ചിരിച്ചു. അവൻ സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കിയതും എന്തോ പന്തികേട് മണക്കും പോലെ അവൾ അവനെ നോക്കി. ആൽഫി അതേ ചിരിയോടെ അവളെ കൈകളിൽ കോരിയെടുത്തു. തേജയുടെ കണ്ണ് മിഴിഞ്ഞു. അവൾ 4 ഭാഗത്തെയും കണ്ണോടിച്ചു. വിചാരിച്ച പോലെ തന്നെ ചുണ്ടിലൊരാക്കിയുള്ള ചിരിയുമായി എല്ലാവരും നിൽപ്പുണ്ട്. തേജ ആൽഫിയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. അവന്റെ തോളിൽ അള്ളിപ്പിടിച്ചു.
അതും കൂടെ ആയതും അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് ഓരോരുത്തരായി പിരിഞ്ഞു പോകാൻ തുടങ്ങി. ആൽഫി വിശ്വക്ക് അടുത്തിരുന്നു. വിശ്വ അവനെ തന്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നോട് ദേഷ്യമുണ്ടോ കുഞ്ഞേ? വിശ്വ അവനെ നോക്കി വാത്സല്യത്തോടെ ചോദിച്ചു. അവനില്ലെന്ന് തലയാട്ടി. എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി നീ എന്നേക്കാൾ മുന്നേ തുടങ്ങിയ ഓട്ടോ ആണല്ലേ? പുറത്തേക്ക് നോട്ടം ചെയ്തുകൊണ്ട് ഒരു ദീർഘനിശ്വാസത്തോടെ വിശ്വ ചോദിച്ചു. അങ്ങനെ പറഞ്ഞ പപ്പയും അമ്മയും ഇല്ലാണ്ടായപ്പോൾ മുതൽ ഓട്ടം തുടങ്ങിയതാ. പക്ഷെ അത് ഇങ്ങനൊരു കഥയിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചില്ല. ആൽഫി പറഞ്ഞു. വിശ്വയുടെ നോട്ടം അവന്റെ നേരെയായി. എല്ലാം ഒരു നിമിത്തം പോലെ സംഭവിച്ച കുട്ടി സ്വന്തം മകന്റെ കൈകൊണ്ട് കത്തിക്കുത്തേൽക്കുന്നു. അവൻ തന്റെ മക്കളെ കൊല്ലുന്നു. സ്വന്തം പേരമകൻ അവനെ കൊല്ലുന്നെല്ലാം കേൾക്കാൻ ഒരു കെട്ടുകഥ പോലെയൊക്കെ തോന്നുക. അരുന്ധതിയിൽ എനിക്കൊരു കുഞ്ഞുണ്ടത് പോലും അവനെ കാണുന്നവരെ ഞാൻ അറിഞ്ഞില്ല. തേജയെല്ലാം അറിഞ്ഞിരുന്നു. ഈ കാര്യം മാത്രം അവൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചു. അത് ആൽഫിക്ക് സംശയം തോന്നി തന്നെയാണ്. പിന്നെ ഈ കളിക്കളത്തിലേക്ക് അവൾ ഇറങ്ങണമെങ്കിൽ അവൾ ഇതിൽ എന്നോ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കുമെന്ന് അവൻ അറിയാം. ദേവകി അവൾ എന്നോട് മിണ്ടിയിട്ട് നാളുകളായിടോ. ഞാനിനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? അവളെ ഞാൻ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിച്ചത്. അതിൽ ഇന്നുവരെ പാകപ്പിഴ വരുത്തിയിട്ടില്ല കുഞ്ഞേ. അത് പറയുമ്പോൾ വിശ്വയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദേവകിയെ കല്യാണം കഴിച്ച മുതൽ തൻ്റെ മനസ്സിൽ അവർ മാത്രമായിരുന്നു. അരുന്ധതിയെ ഓർത്തില്ലെന്ന് പറയുന്നത് തെറ്റാവും. ഞങ്ങളുടെ സ്നേഹത്തിനിടയിൽ അവളുടെ ഓർമ്മകൾ ഒരിക്കലും വിലങ്ങുതടിയാവില്ല ആൽഫി. നാളുകൾക്ക് ശേഷം ജഗതിയുടെ വായിൽ നിന്ന് ആ പേര് കേൾക്കുമ്പോഴാ വീണ്ടും ആ ഓർമ്മകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചത്. വിശ്വ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കരഞ്ഞുപോയിരുന്നു. ആ ഹൃദയം മുഴുവൻ ദേവകിയായിരുന്നു. നമ്മുടെ മുത്തശ്ശിയല്ലേ, അതെല്ലാം പെട്ടെന്ന് റെഡിയാക്കാന്നേ. പിന്നെ ദൂരെ നിന്നാണെങ്കിലും നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടല്ലോ, എനിക്കത് മതി. അവൻ വിശ്വയെ കൈകൊണ്ട് വട്ടം പിടിച്ചുകൊണ്ട് പറഞ്ഞു. വിശ്വ നാളുകൾക്ക് ശേഷം മനോഹരമായെന്ന് ചിരിച്ചു. തറവാട്ടിലുള്ളവരും കൊല്ലത്തേക്ക് അന്നമ്മച്ചി ഒഴികെ ബാക്കിയുള്ളവരെല്ലാം മടങ്ങിയതും സുജേച്ചിയും രഘുവേട്ടനും അന്നമ്മച്ചിയും ആൽഫിയും തേജയും മാത്രമായി വീട്ടിൽ. സത്യം പറഞ്ഞാൽ ആൽഫിയെ സുജേച്ചിക്ക് രഘുവേട്ടനൊന്ന് വീണിട്ടിയത് തന്നെ ഇപ്പോഴാണെന്ന് പറയാം. എന്റെ കുഞ്ഞ്, നിന്നെ ഒന്ന് നേരെ ചെവ കാണാൻ കിട്ടിയത് ഇപ്പോഴാ. സുജേച്ചി ആൽഫിക്കടുത്തേക്ക് ചെന്നിരുന്ന് അവന്റെ തലയിലൊക്കെ തടവിക്കൊണ്ട് പറഞ്ഞു. ഞാനതിന് ടൂർ പോയതൊന്നുമല്ല സുജാമേ, അങ്ങ് സെൻട്രൽ ജയിലിലായിരുന്നേ. ചെക്ക, ഇനി അതൊന്നും പറയണ്ട, നീ വാങ്ങിക്കും എന്റെ കയ്യിൽ നിന്ന്. നീ തന്നെ ഉണ്ടാക്കി വെച്ചല്ലേ. അത്ര നേരം ഇമോഷണലായി സംസാരിച്ച സുജേച്ചി കലിപ്പിലായി. അമ്പോ, സുജാമ ഒരുപാടങ്ങ് വളർന്നല്ലോ. പിന്നെ വളരാതെ നിന്റെ കെട്ടിയുള്ള ഇവിടെ അന്നവും വെള്ളമൊന്നും ഇല്ലാതെ കിടന്നപ്പോൾ തൊട്ട് പ്രയോഗിക്കാൻ തുടങ്ങിയതാ. സുജേച്ചി വലിയ ഗമയോടെ പറയുന്നയാൾക്ക് ആൽഫിയുടെ നോട്ടം ചെന്നത് തേജയിലേക്കാണ്. അവളെല്ലാം കേട്ട് ചിരിയോടെ താടിക്കും കൈ കൊടുത്ത് ഇരിപ്പാണ്. നിങ്ങൾ പോയി കിടന്നുറങ്ങും മക്കളെ, ഇനിയെങ്കിലും സമാധാനമായിട്ട് ജീവിച്ചു പോകാൻ നോക്കുന്നേ. അന്നമിച്ച് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. സുജേച്ചിയും കൂടെ പോയതും രഘുവേട്ടൻ സുജേച്ചി പോയടത്തേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് ഗസ്റ്റ് ഹൗസിലേക്ക് നടന്നു. എന്നാൽ രഘുവേട്ടൻ നേരെ നോക്കിയ തേജയുടെ മുഖത്തേക്കാണ്. അവൾ ആക്കിയൊന്ന് ചിരിച്ചതും രഘുവേട്ടൻ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചതും തേജ ഒന്നുമില്ലെന്ന് ചുമല് കൂച്ചി. രഘുവേട്ടൻ പിന്നെ കൂടുതൽ നേരം അവിടെ തങ്ങി നിൽക്കാതെ മേലെ സ്കൂട്ടായി. അതുകണ്ട് തേജ പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിലേക്ക് ആൽഫി കൊതിയോടെ നോക്കി നിന്നു. ബാൽക്കണിയിൽ നിന്നുകൊണ്ട് പുറത്തെ കാടിൽ പന്തലിച്ച് നിൽക്കുന്ന ഏതോ വിദേശീനം പൂക്കളിലേക്ക് തേജ നോട്ടമെയ്തു. നിലാവിന്റെ വെട്ടത്തിൽ ഇളർ റോസ് നിറമുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ട്. 5 വർഷം ഇഴഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞു പോയെന്ന് അവൾക്ക് തോന്നി. കാത്തിരിപ്പുകളുടെ പകലുകൾ, എണ്ണിയാൽ തീരാത്ത ഇടുങ്ങിയ രാത്രികൾ, പ്രണയത്തിന്റെ ആഴങ്ങളെ തൊട്ടറിഞ്ഞത് ആ വിരഹത്തിലാണെന്ന് അവൾക്ക് തോന്നി. കാണാതെ മിണ്ടാതെ ഏറിയ നാളുകൾ. തേജയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ കൈപ്പത്തിയിലേക്ക് വന്ന് പതിഞ്ഞു. അതേ നിമിഷം പുറകിലൂടെ ഒരു കൈ അവളെ ചുറ്റി വരിഞ്ഞു. തേജയുടെ പുറം ഭാഗം നെഞ്ചിലമർന്നു. കരച്ചിൽ ഇനിയും തീർന്നില്ലേ പെണ്ണേ? അവൻ കളിയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ ചുംബിച്ചു. പെണ്ണവന്റെ കൈത്തണ്ടിൽ നഖം കൊണ്ട് അമർത്തി. കാണുന്നു തോന്നിയിരുന്നില്ലേ? തേജ തിരിഞ്ഞെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആൽഫി ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചു. വരേണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? എങ്കിലും ഞാൻ കാത്തിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി. ഞാൻ കരഞ്ഞുകൊണ്ട് എന്തോ പറയാനായി പെണ്ണ് മുതിർന്നു. ആൽഫി ചൂണ്ടുവിരൽ വെച്ച് തടഞ്ഞു. അവൾ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. അവൻ ചിരിയോടെ അവളുടെ പുറത്ത് അലിവോടെ തട്ടിക്കൊടുത്തു. കാത്തിരിപ്പിനൊരു തരം സുഖമായിരുന്നു കേട്ടോ, അവൻ പറഞ്ഞു. അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് തന്നെ അവൾ ചിരിച്ചു. നെഞ്ച് വലിക്കുന്ന പോലെ ഒരു തോന്നലുണ്ടായിരുന്നില്ലേ? മുഖമുയർത്തിക്കൊണ്ട് അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. വീണ്ടും ആൽഫി ചിരിച്ചു. പെണ്ണ് അത് കണ്ട് മുഖം വീർപ്പിച്ചു. ഉണ്ടായിരുന്നേ, എല്ലായിടത്തും നീ മാത്രം. നിന്റെ കണ്ണുകൾ, നിന്റെ കവിളുകൾ, നിന്റെ ചിരികൾ. അവൻ അവളുടെ മുഖത്തൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. പെണ്ണെന്ന് വിറച്ചു. പിന്നെ പതിയെ ചിരിച്ചു. ബാൽക്കണിയിലെ ചെറിയ ചെടിച്ചട്ടിയിലെ കുഞ്ഞു റോസാപ്പൂവാൻ കയ്യിലെടുത്തു. അപ്പോഴും ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.